ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടിട്ട് മനസ്സിലായോ എന്താണെന്നുള്ളത്? ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പാവയ്ക്ക പുളിയിഞ്ചിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കാറുണ്ട്, പാവയ്ക്ക പച്ചടി ഉണ്ടാക്കാറുണ്ട്, പാവയ്ക്ക തീയൽ ഉണ്ടാക്കാറുണ്ട്. ഇതൊന്നുമല്ലാതെ പാവയ്ക്കയും ഇഞ്ചിയും ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് പാവയ്ക്ക പുളിയിഞ്ചി. പക്ഷേ ഇത് നമുക്ക് ഉടനെ ഉപയോഗിച്ച് തീർക്കേണ്ട കറിയല്ല, കുറച്ച് ദിവസങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ എങ്ങനെയാണ് പാവയ്ക്ക പുളിയിഞ്ചി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കായിട്ട് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. പച്ചമുളക് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പച്ചമുളക് ചേർക്കുന്നതാണ് നല്ലത്. നമ്മുടെ മുളക് പൊടിയുടെ ടേസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് പച്ചമുളകിൻ്റെ ടേസ്റ്റ് നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഈ ഒരു പീസ് ഇഞ്ചി വേണം. ഇഞ്ചി കൂടുതൽ വെച്ചു എന്നേ ഉള്ളൂ. ഈ ഒരു പീസ് ഇഞ്ചി വേണം. ഇതൊന്ന് നന്നാക്കി എടുക്കണം. ഇത് എന്നിട്ട് നമ്മൾ പുളിയിഞ്ചിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വാളൻപുളിയാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തു വെച്ച വാളൻപുളിയാണ്. നമ്മൾ സാധാരണ സാമ്പാറിലൊക്കെ ഇടുന്ന വാളൻപുളി ഉണ്ടല്ലോ, ഉണങ്ങിയ വാളൻപുളി. ആ വാളൻപുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ മുറിച്ച് കഴിയുമ്പോൾ അത് പാകമായിട്ടുണ്ടാവും. അതെടുത്തിട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പാവയ്ക്കയും കട്ട് ചെയ്യാം, ഇഞ്ചിയും കട്ട് ചെയ്ത് വയ്ക്കാം, പച്ചമുളകും കട്ട് ചെയ്ത് വയ്ക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ഇഞ്ചി പുളിയിഞ്ചിക്ക് കട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പുളിയിഞ്ചിയുടെ അതേ പാകത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഒന്നും ചേർക്കരുത്. നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുക. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ പച്ചമുളകും പുളിയിഞ്ചിയിൽ ചേർക്കുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ചധികം വെളിച്ചെണ്ണ വേണം. എന്താണെന്ന് വെച്ചാൽ നമുക്കിതെല്ലാം വറുത്ത് കോരിയെടുക്കാനുള്ളതാണ്. അതനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതും. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക നിങ്ങൾക്ക് കൂടുതൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒറ്റ ബാച്ചായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 3-4 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ വെളിച്ചെണ്ണ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ, ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ എടുക്കുക. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വരണം പാവയ്ക്ക. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. സാധാരണ നമ്മൾ പാവയ്ക്കയുടെ എന്ത് റെസിപ്പി ചെയ്യുമ്പോഴും ഉപ്പ് ചേർത്ത് തിരുമ്മി വയ്ക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ പാവയ്ക്ക കട്ട് ചെയ്ത വഴിയെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് പാവയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ ഇളക്കിയെടുക്കുക. നന്നായിട്ട് കളർ മാറി വരണം. അതിനുശേഷം ബാക്കിയുള്ള പാവയ്ക്കയും ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക അതാ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള പാവയ്ക്കയും ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ പാവയ്ക്ക പച്ചടിക്ക് ഫ്രൈ ചെയ്തെടുക്കില്ല, അതുപോലെ തന്നെ കരിഞ്ഞു പോവാതെ ഫ്രൈ ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റാണ്. ബാക്കിയുള്ള പാവയ്ക്കയും കൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്കയെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു. അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ സാധാരണ പുളിയിഞ്ചിക്ക് ഇളക്കുന്ന പോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചി ഒരുവിധം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇഞ്ചിയിലേക്ക് നമ്മളിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി ഒന്ന് പകുതി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. ഇനി പച്ചമുളകും ഇഞ്ചിയും ചേർന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമ്മൾ അടുപ്പിച്ച് വെക്കേണ്ടത് നമ്മുടെ പുളി പിഴിഞ്ഞ വെള്ളവും അതുപോലെ തന്നെ ശർക്കരയും എടുത്ത് വയ്ക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുക. നമ്മളിനി ഇഞ്ചി കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കറി റെഡിയാക്കാവുന്നതാണ്. ഇഞ്ചി കുക്കായി വരാൻ മാത്രമേ ഇനി നമുക്ക് സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ പച്ചമുളക് കൂടുതൽ ചേർത്തിട്ട് മുളക് പൊടിയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാവയ്ക്ക വറുത്ത് വന്നപ്പോൾ ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ പാവയ്ക്ക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പച്ചമുളക് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. പിന്നെ നമ്മുടെ മുളക് പൊടിയുടെ എരിവും എല്ലാം വരുമ്പോൾ നമ്മൾ
ചേർത്തത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശർക്കര കൂടുതൽ ചേർക്കണം. അപ്പോൾ കറിക്ക് മധുരം കൂടുതലായി പോവും. അതുകൊണ്ട് എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് പച്ചമുളക് ഒരുപാട് ചേർക്കാതെ മുളക് പൊടി ആവശ്യത്തിന് ചേർക്കുകയാണ് നല്ലത്. ഇഞ്ചി നന്നായിട്ട് മൂത്തൊരു മണം വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ, വേഗം തന്നെ പൊടികൾ കരിഞ്ഞു പോവും. അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് കുക്കായി വരണം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ തന്നെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഉലുവ പച്ചയ്ക്ക് പൊടിച്ചതല്ല, വറുത്ത് പൊടിച്ചതായിരിക്കണം, ഇല്ലെങ്കിൽ ഉലുവയുടെ ആ ഒരു റോ ടേസ്റ്റ് നിൽക്കും. ഇനി പൊടികളെല്ലാം കുക്കായി വരട്ടെ, അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. മുളക് പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളർ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് എരിവ് അങ്ങോട്ട് ആവുകയുമില്ല. ഇനി ഞാൻ ചേർക്കുന്നത് നേരത്തെ ചേർക്കാൻ വിട്ടുപോയൊരു കാര്യമാണ് നമ്മുടെ കറിവേപ്പില. കറിവേപ്പിലയും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പാവയ്ക്ക ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഇനി ഒന്ന് കുക്കായി വരണം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ഉപ്പ് ചേർക്കണം. ഇതുവരെ നമ്മൾ ഒന്നിലും ഉപ്പ് ചേർത്തിട്ടില്ല. പാവയ്ക്കും ഇഞ്ചിക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി പാവയ്ക്ക ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് തിളച്ച് കുക്കായി വരണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറിയിൽ നമ്മൾ വറവ് ചേർക്കുമ്പോൾ ഉള്ളി ഒട്ടും തന്നെ ചേർക്കരുത് കേട്ടോ. ഉള്ളി ചേർത്തിട്ടുണ്ടെങ്കിൽ കറി വേഗം മോശമായി പോവും. അപ്പോൾ ഉള്ളി ചേർക്കാതെ വേണം നമ്മൾ കറിയിൽ വറവ് ചേർക്കാനായിട്ട്. നമ്മളിപ്പോൾ എല്ലാം വറുത്തെടുത്തിട്ടാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച വരെ കറി മോശമാവാതെ പുറത്തിരിക്കും. ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതലിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ, 2-3 ദിവസത്തിനുള്ളിൽ തീരാവുന്ന ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി ഒന്നും ചേർക്കാതെ വേണം വറവ് ചേർക്കാനായിട്ട്. സവോളയോ ഉള്ളിയോ ഒട്ടും ഉപയോഗിക്കരുത്. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ, നമ്മുടെ പാവയ്ക്ക ഒന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ശർക്കരയുടെ മധുരമൊക്കെ കറക്റ്റായിട്ട് പാവയ്ക്കയിലേക്കും ഇഞ്ചിയിലേക്കും ഒക്കെ പിടിച്ചു വരിക. അത്യാവശ്യം കുറച്ച് മധുരം നമ്മൾ കൂടുതൽ ചേർക്കണം. നമ്മൾ പുളിയിഞ്ചിയിൽ മധുരം, പുളി, എരിവ് എല്ലാം ഒരുമിച്ച് തന്നെയല്ലേ മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു പാവയ്ക്ക പുളിയിഞ്ചിയിലും മധുരം ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട്. ശർക്കരയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഏകദേശം ഒരു അളവ് പറഞ്ഞു എന്നേ ഉള്ളൂ. ശർക്കര ഇനി മെൽറ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് പുളി എരിവൊക്കെ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും ശർക്കര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഒരുപാട് ഗ്രേവിയുള്ള കറിയല്ല ഇത്, കുറച്ച് ഗ്രേവി ഉണ്ടാവുള്ളൂ. നമുക്കൊരു തൊടുകറിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ സദ്യയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ പുളിയിഞ്ചിയല്ലേ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഇനിയൊന്ന് പാവയ്ക്ക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. പുളിയിഞ്ചിക്ക് പകരമായിട്ടോ അല്ലെങ്കിൽ പുളിയിഞ്ചിയുടെ കൂടെ തന്നെയോ നമുക്ക് പുളിയിഞ്ചിക്ക് പകരമായിട്ട് ഉണ്ടാക്കായിരിക്കും എപ്പോഴും നല്ലത്. 2 കറികളും ഒരുപോലെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു ചേഞ്ചായിട്ട് പുളിയിഞ്ചിക്ക് പകരമായിട്ട് ഒരു പ്രാവശ്യം സദ്യയിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ശർക്കര ഒന്ന് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മധുരം ചെക്ക് ചെയ്യുക. അപ്പോഴേ കറക്റ്റ് നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. വീണ്ടും തിളച്ചുകൊണ്ടിരിക്കട്ടെ. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാവയ്ക്കൊക്കെ സോഫ്റ്റ് ആയിട്ട് വന്നോളും. പാവയ്ക്ക വറക്കുമ്പോഴും നന്നായിട്ട് വറുത്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ കറി മോശമായി പോവും. അധിക ദിവസം പുറത്ത് വയ്ക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാം നന്നായിട്ട് വറുത്തെടുക്കണം എന്നുള്ളതാണ് ഈ ഒരു കറിയുടെ പ്രത്യേകത.
ഇനിയിപ്പോൾ ഞാൻ ഉപ്പ് ഒരു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. പുളിയുണ്ട്, മധുരമുണ്ട്, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. എല്ലാം പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്നൊന്ന് തിളയ്ക്കട്ടെ. വലിയ ബർണറിലല്ല, ചെറിയ ബർണറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. 5 മിനിറ്റ് ഒന്ന് തിളച്ച് കുറുകി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതാ തിളച്ച് 5 മിനിറ്റ് കൊണ്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പാൻ കാണാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി. ഇനി തിക്കായി പോകും കേട്ടോ ഒരുപാട് വറ്റിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി അപ്പോൾ ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം, ഇതിലേക്കുള്ള വറവ് ചേർക്കാം. അപ്പോൾ ഞാനിനി വേറൊരു പാൻ വയ്ക്കട്ടെ. അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒരു പാനിൽ തന്നെ കഴിഞ്ഞില്ലേ. നമ്മളിപ്പോൾ വറവ് ചേർക്കാൻ വേണ്ടി മാത്രമേ വേറെ പാൻ എടുക്കേണ്ടി വന്നുള്ളൂ. ബാക്കി പാവയ്ക്ക വറുക്കലാണെങ്കിലും ഇഞ്ചി വറുക്കലാണെങ്കിലും അതുപോലെ നമ്മുടെ ഗ്രേവി റെഡിയാക്കലാണെങ്കിലും എല്ലാം ഒരു പാനിൽ തന്നെ ചെയ്യാം. നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണമെന്ന് മാത്രം. 2-3 പാത്രങ്ങളും കഴുകേണ്ട, നമ്മുടെ ജോലി എളുപ്പമാവും. അപ്പോൾ ഈ പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ, 1 ടീസ്പൂണിൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കറിയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ എന്ന് പറഞ്ഞത്. കടുക് ഇനി ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മുടെ വറ്റൽമുളക്, ഞാൻ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാ വറവ് റെഡിയായി കഴിഞ്ഞു. നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാവയ്ക്ക പുളിയിഞ്ചി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ചൂടൊക്കെ കംപ്ലീറ്റ് മാറിക്കഴിയുമ്പോൾ, നന്നായിട്ട് കൂളായി കഴിയുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോളൂ. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നില്ല കേട്ടോ. ആദ്യത്തെ ഒരാഴ്ച നമുക്ക് പുറത്ത് തന്നെ വയ്ക്കാം. അതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോളൂ. നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാനുണ്ടാവും. ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കാനുണ്ടാവുള്ളൂ. ഇതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളതേ ഉള്ളൂ. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് പാവയ്ക്കൊക്കെ വില കുറവിൽ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഇഞ്ചി വില കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് അച്ചാർ കഴിക്കുന്ന പോലെ ഇടയ്ക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. പുളിയിഞ്ചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പുളിയിഞ്ചി ഇഷ്ടപ്പെടാത്ത വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ആ പുളിയിഞ്ചിയുടെ മധുരവും എരിവും പുളിയും എല്ലാവർക്കും ഇഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു കറിയും അതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊക്കെ നന്നായിട്ട് ചോറ് കഴിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് പുളിയിഞ്ചി. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും അതുപോലെ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.